അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റാകാനായിട്ട് ഒരുങ്ങുന്ന ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസം കഴിയുന്തോറും ഞെട്ടിക്കുകയാണ്. എന്താണ് ട്രംപിന്റെ മനസ്സിലെന്ന് നമുക്ക് കൗതുകം തോന്നി പോവുകയാണ്. ഇന്ത്യൻ വംശജരെയും ഇന്ത്യൻ സംസ്കാരത്തോടും ഇന്ത്യയോടും താല്പര്യമുള്ളവരെയും അദ്ദേഹത്തിന്റെ ടീമിലെ ഉന്നത പദവികളിൽ കൊണ്ടുവന്നുകൊണ്ട് ഓരോ ദിവസവും ഞെട്ടിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. FBI എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ഏജൻസി അല്ലെങ്കിൽ ഇന്റലിജൻസ് സെക്യൂരിറ്റി സർവീസിന്റെ തലപ്പത്ത് ഒരു ഇന്ത്യൻ വംശജൻ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കൗതുകമുള്ള വാർത്ത. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നറിയപ്പെടുന്ന FBI അമേരിക്കയിലെ മാത്രമല്ല ലോകത്താകമാനമുള്ള കുറ്റവാളികൾ ഏറെ ഭയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. FBI ഡയറക്ടർ സ്ഥാനത്തേക്ക് ഇന്ത്യൻ അമേരിക്കൻ വംശജനായിട്ടുള്ള കശ്യപ് പട്ടേലിനെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ട്രംപ് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കശ്യപ് പട്ടേലിനെ ഈ ഒരു ചുമതലയിലേക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രൂത്തിൽ പങ്കുവച്ചത് ഇങ്ങനെയാണ്: സമർത്ഥനായ അഭിഭാഷകൻ, നിരീക്ഷകൻ, അമേരിക്ക ഫസ്റ്റ് പോരാളിയുമാണ് പട്ടേൽ. അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയും നീതിക്ക് വേണ്ടി പ്രതിരോധം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ചെലവഴിച്ച തൊഴിൽ ജീവിതമായിരുന്നു പട്ടേലിൻ്റെത് എന്നും ട്രംപ് തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇവിടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. അതായത് ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ട്രംപിനുണ്ട്. ഡീപ് സ്റ്റേറ്റിനെ തകർക്കണമെങ്കിൽ അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരെ, പൂർണ്ണമായും അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരെ ഇത്തരം ചുമതലകളിൽ കൊണ്ടുവന്നാൽ സാധിക്കില്ല എന്നൊരു പക്ഷേ ട്രംപ് കരുതുന്നുണ്ടാകാം. അതിന് കാരണം ഇത് ആദ്യമായിട്ടല്ല ഒരു ഇന്ത്യൻ വംശജനെ സുപ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്ന. നോക്കുക, ഈ ട്രംപിന്റെ നിയമനങ്ങളെല്ലാം തന്നെ എടുത്താൽ അവരൊക്കെ തന്നെ ഒരു ഇന്ത്യൻ അനുകൂല ആയിട്ടുള്ള, ഇന്ത്യക്കൊപ്പം US റിലേഷൻ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ചൈനയെ എതിർക്കുന്നവരാണ്. ഈ ഒരു പാറ്റേൺ ട്രംപ് തന്റെ ഓരോ പോസ്റ്റിലേക്കും ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് പിന്തുടരുന്നുണ്ട്. അത് വിവേക് രാമസ്വാമിയുടെ കാര്യം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പട്ടേല് മേധാവിയാകുന്നതോടെ അമേരിക്കയിലെ കുറ്റകൃത്യ മഹാമാരിയെ FBI ഇല്ലാതാക്കുമെന്നും കുടിയേറ്റ കുറ്റകൃത്യ സംഘങ്ങളെ തകർക്കുമെന്നും അതിർത്തി കടന്നുള്ള മനുഷ്യ മയക്കുമരുന്ന് കടത്തൽ അവസാനിപ്പിക്കുമെന്നുമാണ് ട്രംപ് കുറിപ്പിൽ അവകാശപ്പെടുന്നത്. 2017 ട്രംപ് നിയമിച്ച ക്രിസ്റ്റഫർ വ്രേയുടെ പിൻഗാമിയായിട്ടാണ് ഇപ്പോൾ പട്ടേല് FBI ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തുന്നത്. നിയമിച്ചത് ട്രംപ് ആയിരുന്നുവെങ്കിൽ പക്ഷെ പിന്നീട് ഈ വ്രേയും ട്രംപും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ രൂപപ്പെട്ടു എന്ന് കാണാൻ പറ്റും. ഇതൊരു പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അമേരിക്കക്കാരായിട്ടുള്ള, പൂർണ്ണമായും അമേരിക്കക്കാരായിട്ടുള്ള ഏത് പോസ്റ്റിൽ ഇപ്പോൾ ട്രംപ് നിയമിച്ചാലും അവർ പിന്നീട് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ആളുകളായി മാറുന്നു എന്ന് ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഞാനിത് ആവർത്തിച്ചു പറയാൻ കാരണം ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ഏറ്റവും അധികം ശക്തമായി തുറന്നു പറഞ്ഞിട്ടുള്ള ഏകയാൾ ട്രംപാണ്. ട്രംപ് പറഞ്ഞതുപോലെ ആരും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ 4 വർഷം അവിടെ ഭരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എന്നെ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല, സമാന്തര ഭരണകൂടം ഇവിടെ നിലനിൽക്കുകയാണ് എന്ന് തുടർച്ചയായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നിയമിച്ച ക്രിസ്റ്റഫർ വ്രേ പോലും ഈ ഒരു സമാന്തര ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഇന്ത്യൻ വംശജരെ തെരഞ്ഞുപിടിച്ച് ഇത്തരത്തിൽ സുപ്രധാനപ്പെട്ട പോസ്റ്റാണ്. FBI എന്ന് പറയുന്നത് ചില്ലറ പോസ്റ്റ് ഒന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. തന്ത്രപരമായ ഒരുപാട് രഹസ്യങ്ങൾ രാജ്യവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു പോസ്റ്റാണത്. അവിടേക്ക് ഒരു ഇന്ത്യൻ വംശജനെ കൊണ്ടുവരണമെങ്കിൽ അതത്ര ഒരു നിസ്സാര കാര്യമല്ല. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ഗുജറാത്തി മാതാപിതാക്കളുടെ മകനായി ന്യൂയോർക്കിലെ ക്യൂൻസിലാണ് കശ്യപ് പട്ടേൽ ജനിക്കുന്നത്. ബിരുദം നേടിയതിന് പിന്നാലെ അദ്ദേഹം ഒരു അഭിഭാഷകനായിട്ട് മാറുന്നു. ഫ്ലോറിഡയിലെ സ്റ്റേറ്റ് ഫെഡറൽ കോടതികളിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. ജസ്റ്റിസ് വകുപ്പിൽ പ്രോസിക്യൂട്ടർ ആയിരിക്കെ കിഴക്കൻ ആഫ്രിക്കയിലെയും US പ്രമാദമായ അന്താരാഷ്ട്ര ഭീകരവാദ കേസുകൾ അടക്കം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ട്രംപ് പ്രസിഡന്റ് ആയിരിക്കെ ആക്ടിംഗ് സെക്രട്ടറി ഓഫ് ഡിഫൻസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫുമായിരുന്നു ഇദ്ദേഹം. FBI പരിഷ്കരണം കൊണ്ടുവരണമെന്ന തന്റെ ആഗ്രഹം ഇതിനു മുമ്പ് തുറന്നു പറഞ്ഞിട്ടുള്ള ആൾ കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോൾ ഏതാണ്ട് 44 വയസ്സ് മാത്രമാണ് പ്രായം. വിവേക് രാമസ്വാമിയെ നേരത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് കൊണ്ടുവന്നത്, അതിന്റെ തലപ്പത്തേക്കാണ് കൊണ്ടുവന്നത് ഇലോൺ മസ്കിനൊപ്പം. അതായത് മസ്കിനൊപ്പം തുല്യമായ ഒരു പദവി വിവേക് രാമസ്വാമിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആയിരുന്നു ഇത്. ബ്യൂറോക്രസി ഇല്ലാതാക്കുക എന്നതാണ് ഇതിലൂടെ ശരിക്കും, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്.
ഗവൺമെന്റിന്റെ ഫംഗ്ഷനാലിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതോടൊപ്പം ഡീപ് സ്റ്റേറ്റിന്റെ വേര് ഇറക്കുക എന്നതും ഈ ഒരു പോസ്റ്റിംഗിലൂടെ ട്രംപ് താല്പര്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ ട്രംപിന്റെ ഡിഫൻസ് സെക്രട്ടറി ആയാലും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള മൈക്ക് വാൾസ് ആണെങ്കിലും ഇവരൊക്കെ തന്നെ ശരിക്കും പൂർണ്ണമായിട്ടും ഇന്ത്യൻ അനുകൂലികളായിട്ടുള്ള ആൾക്കാരാണ്. യുഎസിന്റെ 10-18 വരുന്ന എല്ലാ ഇന്റലിജൻസ് ഏജൻസികളുടെയും തലപ്പത്ത് വരുന്ന പോസ്റ്റാണ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആ ഒരു പോസ്റ്റിലേക്ക് തുളസി ഗബ്ബാർഡ്, നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ തുളസി ഗബ്ബാർഡ് അല്ലെങ്കിൽ തുൾസി ഗബ്ബാർഡ് എന്ന് പറയുന്ന ആ ഒരു വനിത, അവരൊരു ഇന്ത്യൻ വംശജയല്ല, പക്ഷെ അവരുടെ പാരൻസ് ഇന്ത്യൻ സംസ്കാരത്തോട് വളരെയധികം ആകൃഷ്ടരാവുകയും ഹിന്ദുമതമൊക്കെ സ്വീകരിക്കുകയും തൻ്റെ മക്കളെയും ആ പേരുകൾ നൽകി, ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് പേരുകളൊക്കെ നൽകി ആ മതത്തിന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയിലെ മെമ്പറാണ്. അവരൊരു ഹിന്ദുമത വിശ്വാസിയാണ് തുളസി. സോ അവരെ ഈ ഒരു സുപ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ തുളസി ഒരു അമേരിക്കക്കാരിയാണെങ്കിലും ഇവർ പലപ്പോഴും ഇന്ത്യയെ തുറന്ന് സപ്പോർട്ട് ചെയ്യുകയും ബംഗ്ലാദേശിലടക്കം നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന വംശഹത്യക്കെതിരായിട്ട് ശക്തമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇന്ത്യയെ തുറന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് തുളസി. അങ്ങനെ ഒരാളാണ് വളരെ പ്രധാനപ്പെട്ട ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ഇവിടെ ട്രംപ് കൊണ്ടുവരുന്നത്. ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്, ട്രംപിന് ശേഷം ഒരുപക്ഷെ അടുത്ത പ്രസിഡന്റ് ആകാൻ പോലും സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന JD വാൻസ്, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ് US പൊളിറ്റിക്സിൽ. ഈ JD വാൻസ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ വാൻസ്, അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജയാണ്. ഇത്തരത്തിൽ ഇന്ത്യക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള പല പോസ്റ്റിംഗ്സുമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ കാണുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ FBI ഡയറക്ടർ സ്ഥാനത്തേക്ക് തന്നെ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ കശ്യപ് പട്ടേൽ എത്തുന്നത്. സോ ട്രംപിന്റെ ഇന്ത്യയോടുള്ള സമീപനം എന്തായിരിക്കുമെന്ന് ഇത് സൂചന നൽകുന്നുണ്ട്. അതായത് ഒരു ഇന്ത്യ വിരുദ്ധനായ US പ്രസിഡന്റ് ആയിരിക്കില്ല ട്രംപ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാൻ ഏറെ സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.